ഹലോ ഗായ്സ്. സോ ഇന്ന് തൊട്ട് നമ്മളുടെ ജെയ്മെയിൻ്റെ ഷിഫ്റ്റ് തുടങ്ങിയാണ്. ഫസ്റ്റ് ഷിഫ്റ്റ് ഞാനുള്ളത് കോഴിക്കോട് ഫറൂഖിലാണ്, സ്കൈ ഹൈ ഇൻഫോടെക്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികളുടെ റിയാക്ഷൻ എന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലെ തന്നെ കുട്ടികളും പാരൻസും എല്ലാവരും കൂടി എക്സാം സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, രാവിലത്തെ ഷിഫ്റ്റിൽ 8:30 ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത്, ഉച്ചക്കത്തെ ഷിഫ്റ്റിൽ 2:30 ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ ഗേറ്റ് ക്ലോസിങ്ങിന് മുന്നേ തന്നെ എത്തണം, അല്ലെങ്കിൽ എക്സാം ഹാളിൽ കയറ്റില്ല. പരീക്ഷയ്ക്ക് കഴിഞ്ഞ് കുട്ടികളൊക്കെ അവരെ രക്ഷിതാക്കളെപ്പുറം വീട്ടിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരും കുറേ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഹാപ്പിയായിട്ടുള്ള കുറേ കുട്ടികളുണ്ട്, ഭയങ്കര ടെൻഷൻ അടിച്ച് പോകുന്ന കുറേ കുട്ടികളുണ്ട്. നമുക്ക് എന്തായാലും റിവ്യൂലേക്ക് കിടക്കും. നമുക്ക് എന്തായാലും ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. മോനെ, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ല, ഫിസിക്സ് കുറച്ച് എളുപ്പമായിരുന്നു, പക്ഷേ കെമിസ്ട്രി വലിയ കുഴപ്പമില്ല. മാത്സ് അത്യാവശ്യം ടഫായിരുന്നു. മാത്സ് ടഫാ? മാത്സ് അല്ലെങ്കിലും ജെയ്മെയിനും അത്യാവശ്യം ടഫാ. നമുക്കൊരു കുറച്ച് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ തന്നെ നല്ല പെർസെൻറ്റേജ് കിട്ടുമല്ലേ? കുഴപ്പമില്ല, ഞാൻ മാത്സ് എല്ലാം നോക്കിയില്ല, അതായിരിക്കും. അതെയാ? ഫിസിക്സ് വലിയ പ്രശ്നമില്ല, കെമിസ്ട്രി കുഴപ്പമില്ല. ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റിയ? ടൈം മാനേജ്മെന്റ് അഡ്ജസ്റ്റബിൾ ആയിരുന്നു, എന്നാലും ടൈമില്ല, ഇതാക്കില്ല. അല്ല, 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല അല്ലേ? ഇല്ല, ഭയങ്കര. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഷിഫ്റ്റിൽ തന്നെ നല്ല പേഴ്സൻറ്റേജ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഏപ്രിലും കൂടി ഉണ്ട്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു മക്കളെ. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ടഫാണെങ്കിൽ, നിങ്ങൾ പഠിച്ചൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, നിങ്ങൾക്ക് ടഫാണെങ്കിൽ ഇന്ത്യയിൽ എല്ലാ കുട്ടികൾക്കും ടഫ് തന്നെ ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഈസി ആണെങ്കിലോ ഇന്ത്യയിൽ എല്ലാവർക്കും ഈസി ആയിരിക്കും. അപ്പോൾ ഒരു ഷിഫ്റ്റ് ടഫായാലും ഈസി ആയാലും മോഡറേറ്റ് ആയാലും അത് നിങ്ങളെ പേഴ്സൻറ്റേജിന് അധികം ബാധിക്കാൻ പോകുന്നില്ല. ടഫ് ഷിഫ്റ്റ് കിട്ടിയാൽ എന്ത് ചെയ്യണം അല്ലേ? കുറച്ചും കൂടി ഒരു മനസ്സമാധാനമായിട്ട് ഇരുന്ന് എഴുതുക, ആലോചിക്കുക. എല്ലാവർക്കും ടഫാണ്. അതുപോലെ തന്നെ ഈസി ഷിഫ്റ്റ് കിട്ടിയാൽ അത് വിചാരിച്ച് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കരുത്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.